Hello everyone, welcome to LK Group of Educational Services. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് കുറച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ അറിഞ്ഞു. എന്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, എവിടെയാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ്, പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന വേറെ കുറേ സിവിലൈസേഷൻ, അതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പാർട്ട് 2. Origin of Mesopotamian civilization. എവിടെ നിന്നാണ് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഒറിജിൻ ചെയ്തത്? Mesopotamian civilization is regarded as the most ancient civilization which recorded human history to date. The Mesopotamian cities started to form and develop during the time of 5000 BCE. This happened initially in the southern part. This name Mesopotamia was derived from the Greek word which is known as Mesos, which means the middle, and Potamus, which means the river, land between two rivers. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ കണ്ടൊരു കാര്യമായിരുന്നു. എവിടെയാണ് മെസപ്പൊട്ടോമിയ ഒറിജിൻ ചെയ്തത്, എവിടെയായിരുന്നു അത് സെറ്റിൽ ചെയ്തത്, എവിടെ നിന്നാണ് ഈ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ പേര് കിട്ടിയത്, ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, എന്താണ് അതിൻ്റെ മീനിങ്, ഏത് സമയത്തായിരുന്നു ഇത്, 5000 BC പീരീഡ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ കണ്ടുവന്ന പോയിന്റ്സ് ആണ്. സോ ഇതൊക്കെ നമുക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഐ ഹോപ്പ് യു റിമെമ്പർ ഓൾ ദിസ്. Mesopotamian city. To sum up it all together, the Mesopotamian city is located between the Euphrates and the Tigris River. This is the north or the northwest of the bottleneck at Baghdad, which is modern time is known as Iraq. This is basically Al Jazeera, meaning the island of the Arabs. South of the city lies another popular town named Babylonia, which is named after the city of Babylon. അപ്പോൾ നമ്മൾ എന്താണ് മെസപ്പൊട്ടോമിയൻ സിറ്റീനെ കുറിച്ച് അറിയേണ്ട കുറച്ച് ഫാക്ട്സ്. എവിടെയാണ് മെസപ്പൊട്ടോമിയൻ സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം യൂഫ്രട്ടീസും ടൈഗ്രസിനെയും നടുക്കുമായിരുന്നു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ സെറ്റിൽ ചെയ്തിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആയിട്ടായിരുന്നു ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് ബോട്ടിൽ നെക്ക്, അതായത് ബാഗ്ദാദിൻ്റെ ഏറ്റവും തുടക്കം, അതായത് നമ്മളിപ്പോൾ ബാഗ്ദാദ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം ബോട്ടിൽ നെക്കിൻ്റെ പാർട്ടിലായിരുന്നു നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് എന്നാണ് നമ്മൾ ഒരു ഇമാജിനറി ബോട്ടിൽ നെക്ക് നമ്മൾ ആലോചിച്ചാൽ മതി. അവിടെയായിരുന്നു നമ്മുടെ ബാഗ്ദാദിൻ്റെ ബോട്ടിൽ നെക്കിൻ്റെ ഭാഗത്തായിരുന്നു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ടൈം എന്താണ്, നമുക്ക് ബാഗ്ദാദ് വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മോഡേൺ കൺട്രിയിൽ നമുക്കറിയാം ഇറാഖിൻ്റെ ബൗണ്ടറി ആയിട്ടായിരിക്കും ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ബോട്ടിൽ നെക്ക് ഓഫ് ബാഗ്ദാദ് വരുന്നത്. ദിസ് ഈസ് ബേസിക്കലി ആൻ അൽ ജസീറ, മീനിങ് ദ ഐലൻഡ്. അൽ ജസീറ എന്ന് പറയുന്ന അറബ് ടേം, അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഐലൻഡ്. അങ്ങനെയാണ് അറബ്സിൻ്റെ, അതായത് ബാഗ്ദാദ് എന്ന് പറയുന്ന അൽ ജസീറ അല്ലെങ്കിൽ ദ ഐലൻഡ്സ് ഓഫ് ദ അറബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയായിരുന്നു നമ്മുടെ ഏർലി പീരിയഡ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ്. South of the city lies another popular town named as Babylonia. Babylonia, maybe ഈ ഒരു വേർഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നോർത്ത് ഭാഗത്ത് നമുക്ക് ബാഗ്ദാദിൻ്റെ തുടക്കത്തിലുള്ള സെറ്റിൽമെൻ്റ് ആയിരുന്നു മെസപ്പൊട്ടോമിയന്. പിന്നെ നമ്മളിപ്പോൾ സൗത്തിലോട്ട് വരുമ്പോൾ ബാബിലോണിയയുടെ ഏരിയ ആയിരുന്നു ബാക്കി നമുക്ക് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പിന്നീട് കണ്ടുവന്നത്. ഈ ബാബിലോണിയൻ സിവിലൈസേഷൻ, ബാബിലോണിയ എന്ന് പറയുന്നത് ഏൻഷ്യൻ ടൈമിൽ ബാബിലോൺ എന്നിൽ നിന്നാണ് ആ വേർഡ് ബാബിലോണിയ ഡിറൈവ് ചെയ്തത്. In Mesopotamian society, it is believed that many civilizations have developed in this place. This society is a historic region of West Asia that is situated in the Tigris and Euphrates river system. The fact is that the word Mesopotamia means the place between the river in Greek. This civilization is the home to many ancient civilizations, namely Sumer, Assyria, Babylonia, where the people are credited with good hold in mathematics and astronomy. അപ്പോൾ ഈ നമ്മൾ ഓൾറെഡി ഈ പേരുകളൊക്കെ കണ്ടിട്ടുണ്ട്, സുമേറിയൻ, അസൈറിയൻ, ബാബിലോണിയൻ. ഇവരിലൊക്കെ ഒരു കോമൺ ഫാക്ടർ പറഞ്ഞത് ദേ വർ വെരി ഇൻ്റലിജൻറ്റ്, നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിരുന്ന ആൾക്കാരായിരുന്നു അവരെന്നാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി, അതായത് കാരണം നമുക്ക് അവരുടെ ടെക്നോളജിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിയൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ഹൗ ഗുഡ് വെർ ദേ വിത്ത് ദെയർ ബ്രെയിൻസ്. കാരണം അവർ കൊണ്ടുവന്നിരുന്ന ഡെവലപ്മെൻറ്റ്, അവർ കൊണ്ടുവന്നിരുന്ന മാറ്റങ്ങൾ, അവർ കൊണ്ടുവന്നിരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വലുത് തന്നെയായിരുന്നു. മെസപ്പൊട്ടോമിയൻ ടൈം പീരിയഡ്. We believe that the Sumerian civilization was the first one to take the form in the southern Mesopotamia, which is around 4000 BCE or which is 6000 years ago. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ, ചെറിയ വേറെ സിവിലൈസേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് മെസപ്പൊട്ടോമിയയിൽ ആദ്യം ഒരു ഗ്രൂപ്പ് സിവിലൈസേഷൻ ഫോം ചെയ്തതെന്ന് പറയുന്നത് സുമേറിയൻ സിവിലൈസേഷനാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 4000 BCയിലായിരുന്നു ആ സിവിലൈസേഷൻ ഫോം ചെയ്ത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 6000 വർഷം പഴക്കമുണ്ട് ഇപ്പം നമ്മൾ 4000 BCE നോക്കുമ്പോൾ.
This makes the civilization the first urban civilization in this region. അതുകൊണ്ടാണ് സുമേറിയൻ സിവിലൈസേഷൻ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഫസ്റ്റ് urban civilization എന്ന് അറിയപ്പെടുന്നത്. The Mesopotamians were well acknowledged for developing the first written script, which took place around 3000 BCE in the wedge-shaped marks which are pressed into the clay tablets. ക്ലേ ടാബ്ലറ്റ്സ്, അതായത് ഇപ്പോൾ ഉള്ള ചുമരുകളൊക്കെ പോലെ മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലേ വെച്ചിട്ട് അവർ ഇങ്ങനെ സ്ക്വയർ ടാബ്ലറ്റ്സ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ വെഡ്ജ് ഷേപ്പിൽ ഇത് കട്ട് ഡൗൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് എച്ച് ചെയ്തിട്ടാണ് അവർ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. അതായിരുന്നു മോഡേൺ, അതായത് ആ ടൈമിലെ മോഡേൺ പീരീഡ് ഓഫ് റൈറ്റിംഗ് അങ്ങനെയായിരുന്നു. ആ റെക്കോർഡ്സാണ് ഇപ്പോൾ നമ്മൾ ഡേറ്റ് ബാക്ക് ചെയ്യുന്നപ്പോഴൊക്കെയാണ് 3000 BCയിലേക്കാണ് ആ റെക്കോർഡ്സ് ഡേറ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ റൈറ്റിംഗ് ടുക്ക് പ്ലേസ് ചെയ്ത് 3000 BCയിലായിരുന്നു. ഏത് ഫോർമാറ്റിലായിരുന്നു? ക്ലേ ടാബ്ലറ്റ്സിൽ വെറ്റ് ഷേപ്പിൽ കട്ട് ഡൗൺ ചെയ്തിട്ട് അത് പ്രസ് ചെയ്തിട്ടായിരുന്നു അവർ റൈറ്റിംഗ്സ് റെക്കോർഡ് ചെയ്തിരുന്നത്. എന്നിട്ട് പിന്നെ ഇത് ഡ്രൈ ചെയ്ത് അവരത് സൂക്ഷിക്കും. The whole early dynastic period is dated in the time of 2900 to 2350 BC. This was done according to the middle chronology, or in the 2800 to 2230 BC, according to the short chronological period. അപ്പോൾ അവർ ആ ഒരു ഡൈനാസ്റ്റിയുടെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 2900 BC to 2350 BC ആണ്. ഈ ഒരു ടൈം എന്ന് പറയുന്നത് മിഡിൽ ക്രോണോളജി, അതായത് ക്രോണോളജിക്കൽ ഓർഡറിലെ മിഡിൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് 2900 to 2350. ഇതിൽ ഇനി ഷോർട്ട് ക്രോണോളജിക്കൽ പീരീഡ് കാൽക്കുലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ 2800 to 2230 BC വരെയായിരുന്നു ഈ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. One study revealed that the ancient Mesopotamian civilization has wiped out the dust storm which occurred nearly around 4000 years ago. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് ആയിരുന്നു. ആ സമയത്ത് നടന്ന ഒരു ഡസ്റ്റ് സ്റ്റോം, 4000 years ago നടന്നൊരു ഡസ്റ്റ് സ്റ്റോമിലാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കംപ്ലീറ്റ്ലി വാസ് ടേക്കൺ ഓവർ ഓർ വൈപ്ഡ് ഓഫ് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. സുമേറിയൻസ്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബ്രാഞ്ച് ഓഫ് സിവിലൈസേഷൻസിനെ കുറിച്ച് നോക്കാം. Sumerians were one of the ancient civilization that happened in the Mesopotamian age. This Sumerian civilization first initiated its form in the southern Mesopotamia, which is around 4000 BC to 6000 years ago. നമ്മൾ ഓൾറെഡി ഇത് ഇൻട്രൊഡക്ടറി പാർട്ടിൽ കണ്ടു. സുമേറിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ആണ്. അതെന്ന് പറയുന്നത് സദേൺ മെസപ്പൊട്ടോമിയയിലായിരുന്നു സുമേറിയൻ സിവിലൈസേഷൻ സെറ്റിൽ ചെയ്തിരുന്നത്. അതേപോലെ സുമേറിയൻ സിവിലൈസേഷൻ 4000 BCE തൊട്ട് 6000 വർഷങ്ങൾക്ക് മുന്ന്, അല്ലെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുന്നായിരുന്നു സുമേറിയൻ സിവിലൈസേഷൻ്റെ സെറ്റിൽമെൻറ്റ് കണ്ടുവന്നത്. This era made the first urban civilization in this region. Sumerians had built many ships which allowed the people to travel into the Persian Gulf and which helped them to trade with the other early civilization like the Harappan in the northern part of India. സുമേറിയൻ സിവിലൈസേഷൻ ആണ് തുടക്കകാലങ്ങളിൽ ഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സുമേറിയൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ഷിപ്സാണ് പലതരം ട്രാൻസ്പോർട്ടേഷൻ, ഈവൻ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നിന്ന് ഹറപ്പൻ സിവിലൈസേഷനിലേക്കുള്ള പല മേജർ ട്രാൻസ്പോർട്ടേഷൻസ് നടത്തിയതും സുമേറിയൻസ് കാരണമാണ്. സുമേറിയൻസിൻ്റെ ഷിപ്പ് വെച്ചിട്ടായിരുന്നു പല ട്രാൻസ്പോർട്ടേഷൻ, പേർഷ്യൻ ഗൾഫിൽ നടന്നിരുന്ന പല ട്രാൻസ്പോർട്ടേഷൻസും സുമേറിയൻസ് ബിൽഡ് ചെയ്തുള്ള ഷിപ്പ് വെച്ചിട്ടായിരുന്നു. The Sumerians have traded in the field of textiles, leather goods and jewelry sector, as well as in the Harappan society, which traded the semi-precious stone, copper, pearl and ivories. സുമേറിയൻസ് ഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡിൽ വലിയൊരു റോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ആ സുമേറിയൻസിൻ്റെ ആ സമയത്ത് അവരെന്തൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്? ടെക്സ്റ്റൈൽസ്, ലെതർ ഗുഡ്സ്, ജ്വല്ലറീസ്, ഇങ്ങനെ എല്ലാം തന്നെ അവർ ട്രേഡ് ചെയ്തിരുന്നു. ആ സമയങ്ങളിൽ ഹരപ്പൻ സിവിലൈസേഷൻ അവർ എന്തൊക്കെ കൊണ്ടുവന്നിരുന്നു? നമുക്കറിയാം, ഹരപ്പൻ സിവിലൈസേഷനിൽ പ്രഷ്യസ് സ്റ്റോൺസ്, ക്ലേറ്റ് സ്റ്റോൺസ്, പോട്ടറീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഇമ്പോർട്ടും ചെയ്തിരുന്നു. മറ്റേത് അവരുടെ സാധനങ്ങളായിട്ടുള്ള ടെക്സ്റ്റൈൽസും ഇതൊക്കെ എക്സ്പോർട്ടും ചെയ്തിരുന്നു. The worship rituals in the Sumerian followed the worship of multiple gods. Many of them were anthropomorphic. Their gods took the human-like form. Temples of these gods were constructed at the top of the massive ziggurats, which were the structured center in most of the dwelling cities. It is said that these structures would have taken thousands of people and years to construct. നമ്മളിപ്പോൾ കാണുന്ന ഹിന്ദു ടെമ്പിൾസ്, അതേപോലത്തെ ഇപ്പോൾ നമ്മൾ പല റിലീജിയനിലും കണ്ടുവരുന്നത്, അതായത് സ്ട്രക്ചേർഡ് ഫോം ഓഫ് ബിൽഡിങ്സ്, അതിൻ്റെ മേലെ ഓരോ, അതായത് അവരുടെ ഡേറ്റീസ് മിക്കതും ഹ്യൂമൻ ഇതുകൾ റിഫ്ലക്ഷൻസ് കാണിക്കുന്ന തന്നെ, അല്ലെങ്കിൽ അതായിട്ട് ഹ്യൂമൻ ലൈക്ക് ഫോംസ് ഉള്ള ഡേറ്റീസ് ആയിരുന്നു. അവർക്ക് ഒരു സിംഗിൾ ഗോഡ് ആയിരുന്നാൽ അവർക്ക് പലതരത്തിലുള്ള ഗോഡ്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചേർഡ് സെൻറ്ററിൻ്റെ മേലെയായിട്ടും അതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ ബിൽഡ് ചെയ്തിരുന്ന ഡെയ്റ്റീസ് ആയിരുന്നു സുമേരിയൻസ് പ്രീച്ച് ചെയ്തിരുന്ന റിലീജിയൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്തോരം ആൾക്കാരുടെ ഹാൻഡ് എഫേർട്ട് അതിലുണ്ടായിട്ടുണ്ടാവുന്നു. അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ നോക്കുമ്പോഴും സുമേരിയൻസ് വെയർ വെരി ഗുഡ് അറ്റ് ഇറ്റ്. ഇതാണ് അക്കാഡിയൻ എംപയർ, നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് എംപയർ. ദിസ് ഇസ് ഹൗ, അതായത് നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നുണ്ടാവാം അക്കാഡിയൻ എംപയർ എന്നാണ് നമ്മൾ നിരൂപിക്കുന്നത്. അക്കാഡിയൻ എംപയർ. Around 3000 BC, the Sumerians had a culture drift with another group located in the northern Mesopotamia. They are known as Akkadians, which is named after the city-state called as Akkad. അപ്പോൾ സുമേരിയൻ നമ്മൾ സൗത്തിലായിരുന്നു നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് സുമേരിയൻസ് സൗത്തിൽ സെറ്റിൽ ചെയ്തിരുന്നപ്പോൾ കുറച്ചുകൂടെ മേലോട്ട് വരുമ്പോൾ, അതായത് നോർത്തേൺ മെസപ്പൊട്ടോമിയയിൽ സെറ്റിൽ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അക്കാഡിയൻസ്. അവരുടെ ആ റീജിയൻ്റെ പേര് അക്കാഡ് എന്നായതുകൊണ്ടാണ് അവരുടെ ആ സിവിലൈസേഷന് അക്കാഡിയൻ സിവിലൈസേഷൻ എന്നറിയപ്പെട്ടത്. ഇവരൊരു അറൌണ്ട് 3000 BC സുമേരിയൻസിന് ഒരു കൾച്ചർ ഡ്രിഫ്റ്റ്, അവർ കുറച്ചുകൂടെ അവരിൽ നിന്ന് കുറച്ച് പേര് മാറുകയും അതേപോലെ ഷിഫ്റ്റിങ്സും നടന്നപ്പോഴാണ് ഈ അക്കാഡിയൻ സിവിലൈസേഷൻ കുറച്ചുകൂടെ സ്ട്രെങ്തൻ അപ്പ് ചെയ്തത്. The Akkadian language is very much related to the modern Hebrew and Arabic language. Akkadians സംസാരിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മോഡേൺ, അതായത് മോഡേൺ അറബിക്കും അതേപോലെ തന്നെ ഹെബ്രു ഒക്കെ ആയിട്ടുള്ള, ഹെബ്രുവും അറബിക്കിൻ്റെ ഒക്കെ ഒരു സെയിം ഒരു ഫോമാറ്റിലായിരുന്നു അവരുടെ അക്കാഡിയൻസിൻ്റെ ലാംഗ്വേജ്. Their languages are called as a Semitic language. അക്കാഡിയൻസ് എന്ന ലാംഗ്വേജിന് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? സെമിറ്റിക് ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് അസൈറിയൻ എംപയർ. Assyrian Empire is named for its capital city, which is the ancient city of Ashur. This is also known as the Ashur. The place is located in northern Mesopotamia. Assyrian Empire എന്ന് പറയുന്നത്, Assyrian Empire എന്ന് പറഞ്ഞ പേര് എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നാണ്. അതിൻ്റെ ക്യാപിറ്റൽ ഏൻഷ്യൻ സിറ്റിയുടെ പേരായിരുന്നു അഷ്യോ. അഷ്യോ എന്നാണ് Assyrian Empire എന്ന് പറഞ്ഞ പേര് വന്നത്. Ashur was actually the original name for the number of Akkadian-speaking city-states which were ruled by Sargon and by his descendant during the reign of the Akkadian Empire. After several hundred years of the collapse of the great Akkadian Empire, Assyria then became a major empire in the city. അതായത് ഈ അസൈറിയൻ എംപയർ എന്ന് പറയുന്ന എംപയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അക്കാഡിയൻസ്, നമ്മൾ നേരത്തെ കണ്ട അക്കാഡിയൻ എംപയേഴ്സിൽ കുറച്ച്, അതായത് അക്കാഡിയൻ എംപയേഴ്സ് വീണ് കഴിഞ്ഞിട്ടും കുറേ അക്കാഡിയൻ, അതായത് ഹെബ്രു അറബിക് മിക്സ് ആയിട്ടുള്ള അക്കാഡിയൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്തിരുന്ന കുറച്ച് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഡിസെൻഡൻസ്, അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അക്കാഡിയൻ സ്പീക്കിംഗ് സിറ്റീസിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അസൈറിയൻ എംപയർ തുടക്കകാലങ്ങളിൽ മേലോട്ട് വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലൊരു മാറ്റം കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ which were ruled by Sargon and by his descendants during the reign of the Akkadian Empire. ഈ സാഗൻ, അതായത് തുടക്കത്തിലെ റൂള്, അതായത് അക്കാഡിയൻ എംപയറിൻ്റെ അണ്ടറിൽ റൂൾ ചെയ്തിരുന്ന സ്പെസിഫിക് റീജിയനും അവിടെ സെറ്റിൽ ചെയ്തിരുന്ന സിവിലൈസേഷനിലെ കുറച്ച് ആൾക്കാരും ബാക്കി വന്നിരുന്നു. ആ ആൾക്കാർ നിലനിൽക്കുന്ന ആ ഒരു റീജിയനിൽ നിന്നാണ് തുടക്കത്തിലെ അസൈറിയൻ എംപയർ മുന്നോട്ട് വന്നത്. After several hundred years of the collapse of the great Akkadian Empire, Assyria then became a major empire in the area. അപ്പോൾ അക്കാഡിയൻസ് വീണ് കഴിഞ്ഞപ്പോൾ ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗ്രോത്ത് വന്നാണ് അസൈറിയൻ. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അക്കാഡിയൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ്ഡ് ആയപ്പോൾ അസൈറിയൻ എംപയർ കംപ്ലീറ്റ് അതിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് വന്നു. അപ്പോൾ ഹിബ്രു അല്ലെങ്കിൽ അറബിക് ടച്ചുള്ള അസൈറിയൻ, അതായത് അക്കാഡിയൻ സ്പീക്കിംഗ് ലാംഗ്വേജ് സെറ്റിൽ ചെയ്തിരുന്ന ഒരു ഏരിയയിൽ നിന്നായിരുന്നു അസൈറിയൻ എംപയറിൻ്റെ ഉത്ഭവം. ബാബിലോൺ എന്ന് പറയുന്ന പേര് ചിലപ്പോൾ പലർക്കും ഫെമിലിയർ ആയിരിക്കും. ബാബിലോണിയൻ എംപയർ എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അണ്ടറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ്. ബാബിലോൺ വാസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പാർട്ട് ഓഫ് മെസപ്പൊട്ടോമിയ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മെസപ്പൊട്ടോമിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, അത് ടിഗ്രസിന് 2 റിവേഴ്സിന് നടുക്ക് നോക്കുന്ന മെസപ്പൊട്ടോമിയ. ഈ മെസപ്പൊട്ടോമിയയിൽ സദേൺ പാർട്ടിൽ ആരായിരുന്നു? സുമേരിയൻസ് ആയിരുന്നു. നോർത്തേൺ പാർട്ടിൽ അക്കാഡിയൻസ് ആയിരുന്നു. അക്കാഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ വീണ് കഴിഞ്ഞപ്പോൾ അവിടെ അസൈറിയൻസ് ആയി. പക്ഷെ നടുക്ക ഭാഗത്ത് ആരായിരുന്നു? ബാബിലോൺസ് ആയിരുന്നു. Babylon was located in the central part of Mesopotamia. This was a minor city-state, and for a century after the civilization was founded in 1894 BCE, Babylon was found. അപ്പോൾ തുടക്കത്തിൽ ബാക്കിയുള്ള സിവിലൈസേഷൻസ് ഒക്കെ കണ്ടുവന്ന്, അതായത് എല്ലാം ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സിവിലൈസേഷൻ ഫോം ചെയ്തത്. ഈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, വെരി സ്മോൾ സിറ്റി. ഇതെന്ന് പറയുന്നത് 1894 BCEയിലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത്.
ലൈഫ് ചേഞ്ച്ഡ് ഇൻ ബാബിലോൺ വിത്ത് ദ റെയിൻ ഓഫ് ഹമ്മുറാബി. ഹമ്മുറാബി എന്ന് പറയുന്ന പേര് നമ്മളെപ്പോഴും ഓർത്ത് വെക്കണതാണ് ബാബിലോണിയൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ. കാരണം ഹമ്മുറാബി തിയറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ രാജ്യങ്ങളിലുള്ള ലോ മേക്കിങ്ങിൽ നമുക്ക് പണിഷ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പല തിയറികളും ഹമ്മുറാബി അല്ലെങ്കിൽ ബാബിലോണിയൻ തിയറീസ് ആയിട്ട് കുറേ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞി സിറ്റി ആയിരുന്നെങ്കിൽ പോലും പിന്നീട് വന്ന ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ ബാബിലോണിയൻ ഭയങ്കര വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. So Babylon with the reign of Hammurabi, which continued from 1792 to 1750 BC. ഈ ഒരു പീരീഡിൽ ഹമ്മുറാബി ഭരിച്ചിരുന്ന ആ ഒരു അല്ലെങ്കിൽ റെയിൻ ഓഫ് പീരീഡ് ഓഫ് ഹമ്മുറാബി ആയിരുന്നു ബാബിലോണിൻ്റെ നല്ല രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ ആ സിവിലൈസേഷൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് പിന്നീട് നമ്മൾ കാണുന്നത്. Hammurabi was an excellent ruler who established a centralized bureaucracy system along with taxation system. ഹമ്മുറാബി എന്തായിരുന്നു? ബാബിലോണിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു റൂളറായിരുന്നു. ആളാണ് ഒരു സെൻട്രലൈസ്ഡ് ബ്യൂറോക്രസി ഫോർ ദാറ്റ് കൺട്രി അല്ലെങ്കിൽ ഫോർ ദാറ്റ് സിവിലൈസേഷന് ഒരു സെൻട്രലൈസ്ഡ് ബ്യൂറോക്രസിയും ടാക്സേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് ഹമ്മുറാബി ആയിരുന്നു. Hammurabi had freed the place Babylon from the foreign rule, which when then conquered by the whole of southern Mesopotamia, brought stability to the whole region. അപ്പോൾ ഹമ്മുറാബി ഭരണത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഹമ്മുറാബിയുടെ റൂളിംഗ് സിസ്റ്റം തുടങ്ങുന്ന സമയത്ത് ബാബിലോണിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു രാജ്യത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്നതായിരുന്നു. അതായത് സദേൺ പാർട്ട് സുമേറിയൻസ് കഴിഞ്ഞ് അക്കാഡിയൻസ് കഴിഞ്ഞ് അസൈറിയൻസ് കഴിഞ്ഞ് ഈ ഒരു പീരീഡിലൊക്കെ ബാബിലോണിയൻ കംപ്ലീറ്റ്ലി സെൻട്രൽ പാർട്ടായതുകൊണ്ട് നോർത്തുനിന്നും സൗത്തുനിന്നും പ്രഷർ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഹമ്മുറാബി റൂളിൽ വന്നതോടുകൂടി കംപ്ലീറ്റ്ലി ബാബിലോൺ ഫ്രീ ആയി വന്നു. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ തന്നെ 2 റിവേഴ്സിനെ കുറിച്ച് ഓർക്കണം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നോർത്തും സൗത്തും സെൻട്രലായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അവിടെയൊക്കെ ഏത് സിവിലൈസേഷൻസ് ആയിരുന്നു സെറ്റിൽ ചെയ്തിരുന്നത് എന്നൊക്കെ ഓർക്കണം. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഇസ് ദ ഫസ്റ്റ് ഏൻഷ്യൻ സിവിലൈസേഷൻ. അതിൽ നിന്ന് പല ഡെവലപ്മെൻറ്റ്സും പല ടെക്നോളജീസും ഈ സിവിലൈസേഷനിൽ ഒരു മെയിൻ കോൺട്രിബ്യൂഷനാണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഇനി വരുന്ന വീഡിയോയിൽ നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾക്ക് കുറച്ചുകൂടെ ഡിഫറെൻറ്റും നല്ല ഇൻട്രസ്റ്റിംഗും ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാം. സോ അൺടിൽ ദെൻ പ്രിപ്പയർ വെൽ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.